നമസ്കാരം. എൻ്റെ പേര് ജാഹ്നവി മനോജ്. ഗോവ ചാപ്റ്റർ കാറ്റഗറി അവധിക്കാല വായനാ മത്സരം 2024. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറുടെ ഒരു കഥയാണ് എൻ്റെ ഉപ്പുപ്പ ഖുർആനിലുണ്ടായിരുന്നു. ഈ കഥയുടെ ആസ്വാദനമായിരിക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഗ്രാമത്തിൻ്റെ ഒരു പഴയ മുസ്ലിം കുടുംബം ആണ് ഈ കഥയുടെ പശ്ചാത്തലം. ഈ കഥയുടെ പ്രധാന കഥാപാത്രങ്ങളാണ് കുഞ്ഞപ്പാത്തുമ്മ, കുഞ്ഞത്താച്ചുമ്മ, വട്ടനടിമ, നിസാർ അഹമ്മദ്, ആയിഷ. കുഞ്ഞത്താച്ചുമ്മയുടെയും വട്ടനടിമയുടെയും മോളായിരുന്നു കുഞ്ഞപ്പാത്തുമ്മ. മതത്തിൽ ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരു സമ്പന്ന കുടുംബം ആയിരുന്നു അവർ. അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. കുഞ്ഞത്താച്ചുമ്മ അവരുടെ കുടുംബത്തിൻ്റെ മഹിമ കാണിക്കാൻ വേണ്ടി അവർ എപ്പോഴും ഒരു വാചകം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഉപ്പുപ്പ ഖുർആനിലുണ്ടായിരുന്നു. കുഞ്ഞപ്പാത്തുമ്മ നിഷ്കളങ്ക സുന്ദരി പെൺകുട്ടി ആയിരുന്നു. അവളുടെ കവളിൽ ഒരു കറുത്ത മറുകുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വട്ടനടിമയും അവരുടെ 5 സഹോദരിമാരുടെ ഇടയിൽ സ്വത്ത് തർക്കം ഉണ്ടായി. വട്ടനടിമ അവരുടെ സ്ഥിരബുദ്ധി ഇല്ലാത്ത അമ്മയെ ഉപയോഗിച്ച് എല്ലാം സ്വത്തെടുത്തു എന്നായിരുന്നു പരാതി. കേസ് വാദിച്ച് സ്വത്തും സ്വർണം നഷ്ടപ്പെട്ടു. കേസ് തോറ്റപ്പോൾ അവർക്ക് വീട് വിട്ട് പോവേണ്ടി വന്നു. അവർക്ക് കുറച്ച് സ്ഥലം ഒരു പഴയ വീടായിരുന്നു കിട്ടിയത്. പണവും സ്വത്തും പോയപ്പോൾ ആൾക്കാർ പിന്മാറി. കുഞ്ഞത്താച്ചുമ്മയ്ക്ക് ഈ ജീവിതം ഇഷ്ടപ്പെട്ടില്ല. അവർ എല്ലാവരെയും പഴി പറയാൻ തുടങ്ങി. കുഞ്ഞപ്പാത്തുമ്മ പ്രകൃതിയെ ഇഷ്ടപ്പെട്ട് ജീവജാലികളെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ആമ്പൽക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ചോര കുടിക്കുന്ന അട്ട കടിച്ചു. ചോര കുടിച്ചിട്ട് ആ അട്ട തിരിച്ച് കുളത്തിൽ വിട്ടു. അങ്ങനെ ഒരു ദിവസം കിണറ്റിന് വെള്ളം എടുക്കാൻ പോകുമ്പോൾ കുഞ്ഞപ്പാത്തുമ്മ ഒരു കൊത്തുകൊണ്ട് പക്ഷിയെ തോട്ടിൽ വീണ് കിടക്കണ കണ്ടു. അതിന് രക്ഷിക്കാൻ പോയി. രക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് വീഴ്ച പറ്റി കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അതൊന്നും നോക്കാണ്ട് കുഞ്ഞപ്പാത്തുമ്മ ആ പക്ഷിയെ രക്ഷിച്ചു. എന്നിട്ട് അതിന് പറന്നു പോവാൻ കൊടുത്തു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ കുഞ്ഞപ്പാത്തുമ്മയുടെ അടുത്ത് വന്ന് അവളുടെ മുറിവ് കെട്ടി. അയാളുടെ കയ്യിൽ ചെറുവിരൽ ഇല്ലാന്ന് അവൾ ശ്രദ്ധിച്ചു. കുഞ്ഞപ്പാത്തുമ്മയുടെ വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിൽ പുതിയ താമസക്കാരും വന്നിട്ടുണ്ടെന്നും അവരുടെ ഒരു ചെറിയ മോളുണ്ടെന്നും കുഞ്ഞപ്പാത്തുമ്മ അറിഞ്ഞു. ആ മോള് ആമ്പൽക്കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ കുഞ്ഞപ്പാത്തുമ്മ ഓടിച്ചെന്ന് പറഞ്ഞു, ഈ കുളത്തിൽ ചോര കുടിക്കുന്ന അട്ടയുണ്ടെന്ന്. ആ ദിവസം മുതൽ ആ കുട്ടിയും കുഞ്ഞപ്പാത്തുമ്മയും സുഹൃത്തുക്കളായി. അങ്ങനെ ആ കുട്ടിയുടെ പേര് ആയിഷ ആണെന്നും അവൾ കോളേജിൽ ചേരാൻ പോവാണെന്നും കുഞ്ഞപ്പാത്തുമ്മയ്ക്ക് മനസ്സിലായി. ഒരു ദിവസം ആയിഷ കുഞ്ഞപ്പാത്തുമ്മയുടെ അടുത്ത് ആയിഷയുടെ ചേട്ടൻ്റെ പറ്റി പറഞ്ഞു. എങ്ങനെ അവർ ഒരു കവിയായിരുന്നു, അവർ നല്ല ധൈര്യശാലിയാണെന്നും അവർ പ്രകൃതി ഇഷ്ടപ്പെട്ട ആളാണെന്നും എന്നിട്ട് അവർ നല്ല ചിട്ടയുള്ള ആളാണെന്നും പറഞ്ഞു. അങ്ങനെ മേശവളിയുടെ ഇടയിൽ ചെറുവിരൽ ചതഞ്ഞപ്പോൾ അത് മുറിച്ചു കളഞ്ഞു എന്ന് ആയിഷ കുഞ്ഞപ്പാത്തുമ്മയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് കുഞ്ഞപ്പാത്തുമ്മയ്ക്ക് മനസ്സിലായത് കുഞ്ഞപ്പാത്തുമ്മയുടെ മുറിവ് കെട്ടിയ ചെറുപ്പക്കാരൻ
ആയിഷയുടെ ചേട്ടൻ നിസാർ അഹമ്മദ് ആയിരുന്നു. ഒരു ദിവസം കുഞ്ഞു താച്ചുമ്മ തോട്ടിൽ വെളിക്കിറങ്ങാൻ പോയി. അത് നിസാർ അഹമ്മദിന് ഇഷ്ടപ്പെട്ടില്ല. ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞു താച്ചുമ്മയ്ക്ക് ദേഷ്യം വന്നു. അവർ പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് വട്ടുനടിമയുടെ അടുത്ത് നിസാർ അഹമ്മദിനെ പറ്റി മോശകാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട് വട്ടുനടിമ നിസാർ അഹമ്മദിൻ്റെ അടുത്ത് ചോദിക്കാൻ പോയി. കുഞ്ഞു പാത്തുമ്മ വട്ടുനടിമയെ നിർത്തിച്ച് പറഞ്ഞു, എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞു. അങ്ങനെ വട്ടുനടിമയും നിസാർ അഹമ്മദും സുഹൃത്തുക്കളായിട്ട് അവരുടെ കുടുംബത്തിന് കക്കൂസ പണിതു. അങ്ങനെ കുഞ്ഞു പാത്തുമ്മയ്ക്ക് നിസാർ അഹമ്മദിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ വേറെ വിവാഹ ആലോചന വന്നപ്പോൾ ഈ കാര്യം തുറന്നു പറയാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ കുഞ്ഞു പാത്തുമ്മയുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇത് ഒരു ബാധശല്യം ആണെന്ന് വിചാരിച്ച് കുഞ്ഞു പാത്തുമ്മയുടെ കുടുംബം ഒരു മന്ത്രവാദിനെ വിളിച്ച് ചൂരൽ പ്രയോഗം ചെയ്തു. അടി കൊണ്ട് കുഞ്ഞു പാത്തുമ്മ ബോധം കെട്ട് വീണു. ഇത് കണ്ട് നിസാർ അഹമ്മദും കുടുംബം വന്ന് കുഞ്ഞു പാത്തുമ്മയുടെ കുടുംബത്തിന് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി. എന്നിട്ട് അങ്ങനെ നിസാർ അഹമ്മദും കുഞ്ഞു പാത്തുമ്മയുടെയും വിവാഹം നടന്നു. ഈ സംഭവത്തിന് കുഞ്ഞു താച്ചുമ്മ ഒരു കാര്യം മനസ്സിലാക്കി. നമ്മളുടെ പൊങ്കച്ചം പറഞ്ഞാലും ഒരു കാര്യമില്ല. സത്യസന്ധമായിട്ട് ഒരു നല്ല മനസ്സ് ആണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ആ ദിവസം തൊട്ട് കുഞ്ഞു താച്ചുമ്മ പറഞ്ഞുകൊണ്ടിരുന്ന വാചകത്തിന് അവർ മാറ്റി പറയാൻ തുടങ്ങി. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, കുഴിയാന. ഈ കഥയെ ബഷീർ നല്ല ലളിതവും രസകരവുമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കഥ നമുക്ക് മനസ്സിലാവുന്നത് വിദ്യാഭ്യാസം നല്ല ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അന്ധവിശ്വാസങ്ങൾ പരിഹസിച്ച് വിമർശിക്കണം. ഈ നമ്മളുടെ മനസ്സിന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നായിക കഥാപാത്രങ്ങൾക്ക് നമ്മൾക്ക് മനസ്സിലായി. ഈ കഥ എനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു.